അരുണാണല്ലോ. ആരമ്മേ? മോളെ, അരുണങ്ങളെ. മോളെ അവിടെ നിൽക്കേ, മിണ്ടാതിരിക്കെ, പോരുതെന്നല്ലേ പറഞ്ഞേ? അരുണങ്ങളാ അത്. ഇല്ല, പറയുന്ന കേക്ക്, ഒച്ച വെക്കരുത്. അത് പോയെ, പോകല്ലേ മോളെ. ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി, ശ്രീകുട്ടി, മോളെ വാതിൽ പറഞ്ഞേ. ശ്രീകുട്ടി, അരുണങ്ങളാ? അബി, അബി, വാതിൽ പറഞ്ഞേ. മോളെ പ്ലീസ്, മോളെ മിണ്ടല്ലേ മോളെ. ഇനി മനഃപൂർവ്വം വാതിൽ തുറക്കാത്തതാണോ? അതോ അഭിയും മോളും കൂടി പുറത്തു പോയതാവോ? ഏതായാലും വിളിച്ചു നോക്കാം. എന്റെ ദൈവമേ, എന്നെ ആയിരിക്കും വിളിക്കുന്നത്. ഫോൺ. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അഭിയും മോളും ഇവിടെ ഇല്ലെന്നാ തോന്നുന്നത്. എന്നാലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നത് എന്തിനാ? മോളെ ശ്രീകുട്ടി, അരുണങ്ങളാ? അബി, ശ്രീകുട്ടി, മോളെ വാതിൽ തുറക്ക്. അമ്മേ, അങ്കിളിനെ വിളിച്ചോട്ടെ? എന്റെ മോളെ, അരുൺ ശരിക്കും വിഷമിച്ച പോയെ. സാരമില്ല, ഞാനും മോളും കാരണം അരുണിന്റെ ജീവിതം നശിച്ചൂടാ. അമ്മേ, അമ്മ എന്താ അങ്കിള് വന്നപ്പോ വാതിൽ തുറക്കാൻ സമ്മതിക്കാത്തെ? എന്നെ കാണാതെ അങ്കിള് വിഷമിച്ചാ പോയെ. എനിക്ക് സങ്കടം വരാ. സാരമില്ല മോളെ, അങ്കിള് പൊയ്ക്കോട്ടെ. അതെന്താ, അങ്കിളും അമ്മയും പിണങ്ങിയോ? അതല്ല, അങ്കിൾ എന്തിനാ വെറുതെ നമ്മുടെ വീട്ടിൽ വരുന്നേ? അതാ. അപ്പോ ഇത്ര നാൾ അങ്കിൾ ഇവിടെ വന്നതോ? അതൊന്നും ഇനി വേണ്ട മോളെ. അതെന്താ? അതൊന്നും ഇപ്പൊ പറഞ്ഞ മോൾക്ക് മനസ്സിലാവില്ല. അമ്മേ, ആ SI പിടിച്ചോണ്ട് പോയപ്പോഴും അങ്കിളുടെ വിഷമം ഞാൻ കണ്ടതാ. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ അങ്കിളിന് അമ്മയും വലിയ ഇഷ്ടമാണ്. അരുൺ അങ്കിളിന് എന്നെ എത്ര ഇഷ്ടമാണെന്ന് അമ്മയ്ക്കറിയോ? അപ്പോ നമ്മൾ തിരിച്ച് അങ്കിളിനെ സ്നേഹിക്കണ്ടേ? എന്നിട്ടമ്മ വാതിൽ തുറക്കാതിരിക്ക, അത് ശരിയായില്ല കേട്ടോ. അവിടെ മുത്തശ്ശനും അമൃത ആന്റിക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടം. എനിക്കും എല്ലാവരും ഇഷ്ടം. അമ്മേ, ഇത്ര ഇഷ്ടം തോന്നാൻ അവരെന്റെ ആരാ? പറ അമ്മേ, നമ്മുടെ ബന്ധുക്കളാ? അത്രയ്ക്ക് വലിയ ഇഷ്ടം തോന്നാൻ അരുണങ്ങൾ എന്റെ ആരാമേ? അമ്മ എന്താ ഒന്നും പറയാത്തെ? മോളെ,
അമ്മ പറയില്ലല്ലേ? അതല്ല മോളെ, ഞാൻ എങ്ങനെ ഇപ്പോ അത് വേണ്ട, ഞാൻ എന്റെ മുത്തശ്ശിയും അമൃതേന്റെയും കാണുമ്പോ അവരോട് ചോദിക്കാം അവരുടെ ആരാ ശ്രീകുട്ടിന്ന്. മോളെ ഒന്നും വേണ്ട. എന്നാ പിന്നെ അമ്മ പറഞ്ഞ അരുണങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയും അമൃതാന്റിയും ഒക്കെ എന്റെ ആരാന്ന്. അമ്മ എന്തോന്നും പറയാത്തെ? അവരാരാ അമ്മേ? ആ മോള് വന്നേ, പഠിക്കാൻ കുറെ ഉണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചു. എന്നാ നമുക്ക് പടം വരയ്ക്കാം. ഇതൊക്കെ അമ്മയുടെ ട്രിക്കല്ലേ? എന്ത് ട്രിക്ക്? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതിരിക്കാൻ. അത് മോളെ വേണ്ട, അമ്മ പറയണ്ട. ഞാൻ അരുണങ്ങളോട് തന്നെ ചോദിച്ചോളാം. മോളെ വീട് മോളെ ഈശ്വരന്റെ മോള്, അവൾ അറിവ് വെച്ച് വരിക. ഇതിനൊക്കെ എന്ത് മറുപടിയാ ഞാൻ പറയാ? ശ്യാമ, എഴുന്നേക്കണ്ട, കിടന്നോളൂ. സാരമില്ല, ക്ഷീണം കുറവുണ്ട്. ആദ്യം ഈ ടാബ്ലറ്റ്സ് ഒന്ന് കഴിക്കാം. ഇത് ഛർദിക്കുള്ള ടാബ്ലറ്റാ. ഇത് കഴിച്ചു തുടങ്ങിയ ഛർദിൽ കുറയുന്ന ഡോക്ടർ പറഞ്ഞ. ശ്യാമ എന്തായാലും കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കിടന്നു. അപ്പൊ ക്ഷീണമെല്ലാം മാറിക്കോളും. എന്നാലും ആ ടാബ്ലറ്റ് മാറ്റിയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് വെച്ചത് ആരാണെന്നാ എനിക്ക് മനസ്സിലാവാത്ത. അത് മറ്റാരും ആയിരിക്കില്ല, ഐശ്വര്യടുത്തിയാവും. ഐശ്വര്യടുത്തിയോ? അല്ലാതെ ആരാ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാലും ഐശ്വര്യടുത്തി എന്താ, ഐശ്വര്യടുത്തേക്ക് അത് പാടില്ലേ? പക്ഷേ അങ്ങനെ ടാബ്ലറ്റ് മാറ്റി വെച്ചിട്ട് ഐശ്വര്യടുത്തേക്ക് എന്ത് കിട്ടാനാ? ചിലരുടെ സ്വഭാവം അങ്ങനെയാ. മനസ്സ് വെറുതെ ഇരിക്കില്ല. സദാസമയവും ആരെ ദ്രോഹിക്കാന്ന് ചിന്തിച്ചിരിക്കുക അത്തരക്കാര്. ശ്യാമയോട് എന്തെല്ലാം ദ്രോഹങ്ങളാ ഐശ്വര്യടുത്തി കാണിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ അങ്ങനെ ചെയ്യാനും എന്തെങ്കിലും ലക്ഷ്യം കാണും. ഞാൻ ഡോക്ടറെ കണ്ട് ടാബ്ലറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം ഡോക്ടർ ഒന്ന് ചിരിച്ചു. പിന്നെ ഞാൻ എന്താ ഏതാന്ന് ചോദിച്ചപ്പോ ഡോക്ടർ ശരിക്കും ഒന്ന് വിട്ടു പറയുന്നില്ല. പക്ഷെ ചില സൂചനകൾ തന്നു. പ്രഗ്നൻസി ഫസ്റ്റ് സ്റ്റേജാണ്, കൂടുതൽ സൂക്ഷിക്കണം. ഭക്ഷണം ഏത് കഴിക്കുമ്പോഴും ശ്രദ്ധയോട് വേണമെന്നൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ ശ്യാമയ്ക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഡോക്ടർ എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷേ ശ്യാമയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോന്ന് ഡോക്ടർക്ക് നല്ല ആശങ്കയുണ്ട്. അതുകൊണ്ട് ഏറെ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഡോക്ടർ അങ്ങനെ ആരാ എന്താണെന്നൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിലും സംസാരത്തിൽ നിന്ന് ഒരു കാര്യം ഉറപ്പായി. ശ്യാമയ്ക്കെതിരെ, വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെതിരെ ഐശ്വര്യടുത്തി എന്തൊക്കെയോ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സർ, ഇനി എന്താ ചെയ്യാ? സൂക്ഷിക്കണം, നന്നായിട്ട് സൂക്ഷിക്കണം. ഐശ്വര്യടുത്തി നീ എത്ര സ്നേഹം ഭാവിച്ച് എന്ത് തന്നെ കഴിക്കാൻ തന്നാലും കഴിക്കരുത്. ഡോക്ടർ കൂടി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അത്രയും ശ്രദ്ധിക്കണം. എന്റെ ഫോണാ. ഹലോ ശ്യാമേ, ഞാനേ മ്യൂസിക് ഡയറക്ടറാ.
ആ പറഞ്ഞോളൂ സർ. ഞാൻ വിളിച്ചതേ നാളെ ശ്യാമ റെക്കോർഡിങ്ങിന് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. ആ ശരി സർ, ഞാൻ വരാം. ഞാൻ റെഡിയാ. ഓക്കെ ശ്യാമേ, അപ്പോൾ നാളെ റെക്കോർഡിങ്ങിനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? ആ അതെ സർ. ശരി ശരി, ബാക്കി ഡീറ്റെയിൽസ് മാനേജർ ശ്യാമയെ വിളിച്ച് അറിയിച്ചോളൂ. ഓക്കെ ശരി സർ. റെക്കോർഡിങ്ങിന്റെ കാര്യമല്ലേ? ആ നാളെ റെക്കോർഡിങ്ങിന് ചെല്ലാമോന്ന് മ്യൂസിക് ഡയറക്ടർ ചോദിച്ചു. ഞാൻ സമ്മതിച്ചു. ശ്യാമയ്ക്ക് കുറച്ച് ക്ഷീണം കൂടുതലുണ്ട്, പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസിയും. അത് സാരമില്ല, ടാബ്ലറ്റ് കഴിക്കല്ലേ, ഒക്കെ ശരിയാവും. എന്നാ റെസ്റ്റ് എടുത്തോ. എന്താ ശ്യാമേ? കാല് വല്ലാത്ത വേദന. നോടെ ഒന്നും കാണുന്നില്ലല്ലോ. എന്തോ നല്ല വേദന. അതെയോ? ആ വേദന ഇപ്പൊ പോകുന്ന ഞാൻ കാണിച്ചു തരാം. അയ്യോ സർ, സർ സർ എന്താ കാണിക്കാൻ പോന്നെ? സർ വേണ്ട, സാരമില്ല. സാരം ഉണ്ടെന്നേ. ആനന്ദേട്ടനും ആദ്യം അരുണും ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ കമ്പനി ഇപ്പൊ പ്രോഫിറ്റില്ല. ആ ലേലത്തിൽ കിട്ടിയ മെഷീനറീസ് പ്രവർത്തിച്ചു തുടങ്ങിയതാ നമുക്ക് നേട്ടമായത്. അന്ന് അഖി ശ്യാമയെ അതെല്ലാം സ്വന്തമാക്കാനുള്ള തന്ത്രമാണെന്ന് പറഞ്ഞ് വസുവും കുറെ ബഹളം വെച്ചില്ലേ? ശരിയാ, അമൃതേട്ടത്തിൽ കൊടുത്ത കാശ് കൊണ്ട് അവരത് ലേലത്തിൽ പിടിച്ചത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാണെന്ന് പിന്നീടല്ലേ എല്ലാവരും അറിയുന്നത്. ഞാൻ അന്നേ വസുവിനോട് പറഞ്ഞതല്ലേ, ശ്യാമയും അഖിയും ഒരിക്കലും ഈ കുടുംബത്തെ എന്നല്ല ആരെയും ചതിക്കില്ല എന്ന്. അന്ന് വസു അത് കേട്ടില്ല. ഇപ്പൊ എന്തായി? എന്തായാലും നമ്മുടെ കമ്പനി കുറച്ച് മെച്ചമായല്ലോ, അത് തന്നെ വലിയ ആശ്വാസം. ഇനിയും കമ്പനിയിൽ പഴയ ചെയർപേഴ്സൺ തന്നെ തുടരണമെന്നാണോ അച്ഛനമ്മയും പറയുന്നത്? എന്തായാലും ആ അഭിപ്രായം എനിക്കില്ല. കമ്പനി കാര്യത്തിൽ വ്യക്തിയല്ല പ്രധാനം. ഓരോ സ്ഥാനത്തിന് എഫിഷ്യൻ്റായ ആരോ ആ ആളെ നിയമിക്കണം. കമ്പനിയുടെ വളർച്ചയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. വൈസ് ചെയർപേഴ്സണായിട്ട് നമ്മുടെ കമ്പനിയിൽ ഐശ്വര്യ ഇനി വേണോ വേണ്ടയോ, ഈ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് അമ്മയാണ്. വസു ഒന്നും പറഞ്ഞില്ല. കമ്പനി ചുമതല അഖിയെ ഏൽപ്പിക്കണമെന്ന എന്റെ തീരുമാനം. ഇനി അവനതനുസരിക്കും, സംശയമില്ല. അമ്മേ അതൊക്കെ, അത് നമുക്ക് അഖിയെ കൊണ്ട് സമ്മതിപ്പിക്കാം. പക്ഷേ ഇവിടെ ചോദ്യം അതല്ല. നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനം അത് ഐശ്വര്യ തുടരണോ വേണ്ടയോ? അതോ ഇനിയും ഐശ്വര്യ മാറ്റി കമ്പനിയെ ശരിക്കും നയിക്കാൻ കഴിവുള്ള ഒരാളെ ആ സ്ഥാനത്ത് നിയമിക്കണോ? അത് അമ്മ തന്നെ പറയും. വ്യക്തമായ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടാവണം. ഐശ്വര്യയാണ് ഇനി ആ സ്ഥാനത്ത് തുടരുന്നതെങ്കിൽ ഐശ്വര്യ ഉണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി വസു ഏറ്റെടുക്കണം.
എന്താ തയ്യാറാണോ? അത് ഞാൻ അവള് ചെയ്യുന്ന തെറ്റുകൾക്ക് എങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? ആ അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അമ്മ തന്നെ പറയേ. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ ശരി, ഓക്കെ, സമ്മതിച്ചു. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്ന് ഐശ്വര്യ മാറ്റാൻ എനിക്ക് സമ്മതം. പകരം ചുമതല ആർക്കാ? അത് തീരുമാനിക്കണ്ടേ? ആ അതെത്ര ആലോചിക്കാൻ എന്താ, ശ്യാമയുണ്ടല്ലോ. അതെ, ശ്യാമ ആ സ്ഥാനത്തുണ്ടായിരുന്നപ്പോൾ കമ്പനി വളരെ പ്രോഫിറ്റിലാണ് പോയത്. ഐശ്വര്യ പോലെ യാതൊരുവിധ തലവേദനയും ശ്യാമ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ സ്റ്റാഫുകൾക്കെല്ലാം ശ്യാമയെ നല്ല മതിപ്പുവാ. സമ്മതിച്ചു. നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ശ്യാമ തന്നെ ആവട്ടെ. എനിക്ക് സമ്മതം. ഈശ്വര, ഇതെന്ത് പരീക്ഷണ! അമ്മ കൂടി എന്നെ തള്ളി പറയാ. ഞാനിനി എന്ത് ചെയ്യും? എല്ലാം ശ്യാമ കാരണ. അവളുടെ ഈ വീട്ടിലേക്കുള്ള വരവ് എല്ലാത്തിനും കാരണം. എന്താ ഇനി അതിനൊരു പരിഹാരം? എവിടെ നോക്കി വണ്ടി ഓടിക്കുന്നത്? നിങ്ങൾക്ക് എന്താ കണ്ണ് കാണത്തില്ലേ? വന്നിടിച്ചില്ലെങ്കിലോ? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത്? നിങ്ങളുടെ മുഖത്ത് എന്താ കണ്ണല്ലേ ഇരിക്കുന്നത്? അല്ല, ഐശ്വര്യായിരുന്നോ? മായ, അല്ല, ഇതെന്താ ഐശ്വര്യ? ഈ ലോകത്തൊന്നും അല്ലേ? റോങ് സൈഡിൽ ഐശ്വര്യ കയറി വന്നേ. കാറ് തമ്മിൽ ഇടിക്കാത്തത് ഭാഗ്യം. ഐശ്വര്യക്ക് ഇതെന്താ പറ്റിയേ? പഴയ സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ല. എന്താ ഐശ്വര്യ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്നോട് പിണക്കമാണോ? ഓ, അന്നാ ബാങ്കിന്റെ ലേലത്തിൽ പങ്കെടുത്തതിന്റെ പിണക്കമാ? ഏയ് അതൊന്നുമല്ല. ഞാനിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയില്ല മായ. അത്രയും വലിയ എന്തോ വിഷമം ഐശ്വര്യക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്തായാലും എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഒരു സമയത്ത് നമ്മൾ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞവരാ. അന്ന് ഐശ്വര്യയുടെ വിഷമം എന്റെയും വിഷമമായിരുന്നു. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. തുറന്നു പറഞ്ഞാ എന്തിനും പരിഹാരം ഉണ്ടാവും. സത്യത്തില് ഇപ്പൊ മായ കണ്ടത് എന്റെ ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു. എന്ത് വിഷമമാണെങ്കിലും ഐശ്വര്യ എന്നോട് പറയേ, നമുക്കതിന് പരിഹാരം കണ്ടെത്താം. ഞാൻ ഒറ്റപ്പെട്ടു പോയി മായ. ഒറ്റപ്പെടുകയോ? വസുന്ധരയുടെ പ്രിയപ്പെട്ട മരുമകളല്ലേ ഐശ്വര്യ. ആ ഐശ്വര്യ ഒറ്റപ്പെട്ടു പോയിന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? ആയിരുന്നു. ഇപ്പോ അമ്മ എന്നെ കൈയൊഴിഞ്ഞ മട്ട. നീ എന്താ കാര്യമെന്ന് പറയാ ഐശ്വര്യ? അത് ഞാനായിരുന്നല്ലോ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ. ഇന്ന് എന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ആ ശ്യാമയെ നിയമിക്കാൻ പോവാ. ശ്യാമയോ? അഖിയും ശ്യാമയും കമ്പനി ചുമതലകളെ ഏൽപ്പിക്കാൻ തീരുമാനമായി. അത് പറ്റില്ലല്ലോ. നമ്മളിവിടെ നിന്ന് പറഞ്ഞാ മതിയോ? എന്തായാലും ഞാനിപ്പോ കമ്പനിയിൽ ആരും അല്ലാതായി. അതിന് ശ്യാമ വീണ്ടും ആനന്ദ നിലയത്തിലേക്ക് തിരിച്ചു വന്നോ?
അഖിലിനെ ശ്യാമയും വസുന്ധര വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അഖിലെന്തോ പച്ചക്കറിക്കട അങ്ങനെന്തോ നടത്തുവാണെന്ന് പറഞ്ഞു. സംഗതികൾ അങ്ങനെയായിരുന്നു. അതിനിടയ്ക്ക് ശ്യാമ പ്രഗ്നന്റ് ആയി. അതാ അമ്മയുടെ മനസ്സ് മാറിയത്. ശ്യാമ പ്രഗ്നന്റോ? ഇപ്പോ അവളെ അമ്മ തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വലിയ സ്നേഹം കാണിക്കോ. ഇപ്പോ അമ്മയും മോളും പോലെയാ വസുന്ധരാമയും ശ്യാമയും. അതൊരു നല്ല വാർത്ത അല്ലല്ലോ ഐശ്വര്യ. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അവിടെ അച്ഛനും അരുണും എല്ലാരും ശ്യാമയുടെ പക്ഷ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഐശ്വര്യ കയ്യും കെട്ടി നോക്കി നിൽക്കുവാണോ? ഞാൻ ഒറ്റപ്പെട്ടു പോയി മായേ. ഐശ്വര്യക്കറിയാലോ എനിക്ക് ശ്യാമയോടുള്ള പക. അത് ഈ ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല. എന്റെ പൊന്നുമോള് അവള് പോയില്ലേ? അവളിന്ന് സുഖമായിട്ട് കഴിയേണ്ട വീടായിരുന്നു അത്.